92-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വചനം. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. സ്തോത്രം. സങ്കീർത്തനക്കാരൻ സങ്കീർത്തന ഭാഗത്ത് വെളിപ്പെടുത്തുകയാണ്, നിന്റെ കൊമ്പ് ഉയരുവാൻ സമയമായിരിക്കും. ശൗമേലിന്റെ 1-ാം പുസ്തകത്തില് ഒരു വചനം 2-ാം അധ്യായത്തിലുണ്ട്. 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. വീടിനകത്ത് ധാരാളം നിന്ന ഹന്ന സഹിച്ചു. പ്രാർത്ഥിക്കാൻ പോയ പള്ളിയിൽ നിന്ന സഹിച്ചു. ചുറ്റുപാടുകളുടെ നടുവിൽ നിന്ന സഹിച്ചു. സകല നിന്ദകളും ഒരുപോലെ മാറത്തക്കവണ്ണം ദൈവം അവൾക്കൊരു മറുപടി അവിടെ കയ്യിൽ കൊടുത്തു. മറുപടി ലഭിച്ചവൾ സന്തോഷത്താൽ ദൈവസന്നിധി പാടുക, എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കും. എന്താ ഇവിടുത്തെ സന്ദേശം? നാളുകൾ കൊണ്ട് തലകുനിച്ച് ചില വിഷയത്തിൽ ഇരിക്കുന്ന ചിലരെ ദൈവം കാണുക. ഇനി എനിക്ക് ആ വിഷയത്തിൽ തല ഉയർത്താൻ കഴിയത്തില്ലെന്ന് നിന്റെ ഉള്ളിൽ ചിന്തകളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, അല്ല, നിന്റെ കൊമ്പ് ദൈവം ഉയർത്തും. എങ്ങനെ ഉയർത്തും? കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ. മൃഗങ്ങളിൽ ഏറ്റവും തലയെടുപ്പുള്ള മൃഗമാണ് കാട്ടുപോത്ത്. അതിന്റെ കൊമ്പ് ഉയർന്നിരിക്കുന്ന പോലെ നിന്റെ കൊമ്പ് ഉയർന്നിരിക്കും. എന്നിട്ട് ആ വചനം തീരുമ്പോൾ അവിടെ എത്തിയിരിക്കുക, അവൻ നിന്നെ പുതിയ എണ്ണ തേപ്പിക്കും. ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുന്ന പുതിയ എണ്ണ കർത്താവ് നിന്നെ തേപ്പിക്കട്ടെ. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, പുതിയ എണ്ണ എന്നെ തേൽപ്പിക്കണമേ. ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ലജ്ജിച്ച സ്ഥാനത്ത്, തല കുനിച്ച സ്ഥാനത്ത്, പരാജയപ്പെട്ട സ്ഥാനത്ത് ഞങ്ങളുടെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്താമെന്ന് പറഞ്ഞ ദൈവമേ, പുതിയ എണ്ണ തേപ്പിക്കാമെന്ന് പറഞ്ഞ ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നിന്റെ കൊമ്പ് ദൈവം ഉയർത്തും, പുതിയ എണ്ണ നിന്നെ തേപ്പിക്കും. ഗോഡ് ബ്ലെസ് യു.